ലയോ 14 മാർപ്പാപ്പയുടെ ആദ്യത്തെ ചരിത്ര സന്ദർശനം തുർക്കിയിൽ നടക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലമായി കരുതപ്പെടുന്ന അല്ലെങ്കിൽ രണ്ടാമത്തെ ഹോളി ലാൻഡ് എന്ന് അറിയപ്പെടുന്ന ഈ തുർക്കിയിൽ ചരിത്രത്തിൽ ഇന്നോളം 4 മാർപ്പാപ്പമാരാണ് സന്ദർശിച്ചിട്ടുള്ളത്. ഇത് 5ാമത്തെ മാർപ്പാപ്പയാണ് ലയോ 14 മാർപ്പാപ്പ തുർക്കി സന്ദർശിക്കുന്നത്. 1967 പോൾ 6 മാർപ്പാപ്പയാണ് ആദ്യമായി തുർക്കിയിൽ ഔദ്യോഗികമായി ഒരു മാർപ്പാപ്പ എന്ന നിലയ്ക്ക് ഇവിടെ സന്ദർശനം നടത്തുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, പ്രഥമ മാർപ്പാപ്പയായ പത്രോസ് ലീഗ ഇവിടെ വന്ന് വചനം പ്രസംഗിച്ചിട്ടുണ്ട്. എങ്കിലും ഔദ്യോഗികമായി വന്നിരിക്കുന്നത് പോൾ 6 മാർപ്പാപ്പയാണ്. രണ്ടാമതായി 1979 ജോൺ പോൾ 2 മാർപ്പാപ്പ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. പിന്നീട് 2006 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തുർക്കിയിൽ തൻ്റെ മിഷണറി സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ സന്ദർശനം നടത്തുകയുണ്ടായി. ഈ 1700ാമത്തെ നിക്ക സിനഗോസിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ സന്ദർശനം നടത്തുവാനിരുന്നത് യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. ഏതായിരുന്നാലും അതിൻ്റെ തുടർച്ചയെന്നോണം ലയോ 14 മാർപ്പാപ്പ ഇവിടെ സന്ദർശനം നടത്തുമ്പോൾ അതൊരു വിപുലമായ ഒരു മിഷണറി യാത്രയായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ചരിത്രത്തിൽ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ 21 എക്യുമെനിക്കൽ കൗൺസിലുകളാണ് ഔദ്യോഗികമായി സഭ അംഗീകരിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കൗൺസിലാണ് നിക്ക സുനഹദോസ്. AD 325 അത് നടക്കുന്നത്. ഈ സുനഹദോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സുനഹദോസിൽ വെച്ചിട്ടാണ് ഈസ്റ്ററിൻ്റെ ആഘോഷ ദിനം പൊതുദിനമായിട്ട് അംഗീകരിക്കപ്പെട്ടത്. ആര്യൻ പാഷണ്ഡത, അതായത് ക്രിസ്തു ദൈവപുത്രനല്ല എന്ന് പ്രഖ്യാപിച്ച ആ ആര്യൻ പാഷണ്ഡതയെ എതിർത്ത് ക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിച്ച ഒരു സുനഹദോസ് കൂടിയായിരുന്നു നിക്ക സുനഹദോസ്. അതോടൊപ്പം തന്നെ ഈ സുനഹദോസിൽ മർമ്മപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ഇടയായതിന് കാരണമായത് എംപറർ കോൺസ്റ്റന്റൈൻ 1 കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായിരുന്ന സിൽവസ്റ്റർ 1 കാലഘട്ടത്തിൽ വിളിച്ചുകൂട്ടിയ ഈ സിനഗോസിലാണ്. ഏകദേശം 1960കളോട് കൂടിയാണ് വത്തിക്കാനും തുർക്കിയും തമ്മിലുള്ള ഔദ്യോഗികമായ ബയലാറ്ററൽ ബന്ധങ്ങൾ ആരംഭിക്കുന്നത്. ഇതിന് കാരണമായത് ജോൺ 23 മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ 1959 അന്നത്തെ തുർക്കി പ്രധാനമന്ത്രിയായിരുന്ന സെലാൽ ബയാർ അദ്ദേഹം അന്നത്തെ മാർപ്പാപ്പയെ സന്ദർശിക്കുകയും പിന്നീട് 1962 തുർക്കിയിൽ വത്തിക്കാനിൽ എംബസി ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് കാണുന്ന ഈ മാർപ്പാപ്പ ലയോ 14 മാർപ്പാപ്പയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു മിഷണറി യാത്ര സംഭവിക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, 21 എക്യുമെനിക്കൽ കൗൺസിലുകൾ കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ച് നടന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 7 എക്യുമെനിക്കൽ കൗൺസിലുകളും നടന്നത് തുർക്കിയിൽ വെച്ചാണ്. ഈ 7 കൗൺസിലുകളും എല്ലാ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട എല്ലാ പാട്രിയാർക്കുമാരും എല്ലാവരും ഔദ്യോഗികമായിട്ട് അത് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ എടുത്തു ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ആദ്യത്തെ കൗൺസിലായ നിക്ക സുനഹദോസ് AD 325 വിളിച്ചുകൂട്ടുന്നത് ആക്ച്വലി അത് മാർപ്പാപ്പയല്ല അത് വിളിച്ചുകൂട്ടിയത്, മറിച്ച് എംപറർ കോൺസ്റ്റന്റൈൻ 1 ഈ കൗൺസിൽ വിളിച്ചുകൂട്ടുന്നത്. ഇതിന് പ്രത്യേകമായൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം അന്ന് ഈജിപ്തിലെ അതോടൊപ്പം തന്നെ തുർക്കിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന വൈദികരുടെ ഇടയിലും അതോടൊപ്പം തന്നെ പല സാഹചര്യങ്ങളിലും യേശുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പല എഴുത്തുകളും ഡിസ്കഷൻസും നടക്കുകയാണ്. പ്രത്യേകിച്ച് വൈദികനായിരുന്ന ആരിയൂസ് എന്ന് പറഞ്ഞ ഒരു വൈദികൻ പ്രത്യേകിച്ച് യേശുവിൻ്റെ ദൈവപുത്രത്തെ നിഷേധിച്ചുകൊണ്ട് പല എഴുത്തുകളും പ്രഭാഷണങ്ങളൊക്കെ നടത്തുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ ദൈവപുത്രത്വം പ്രത്യേകമായി എടുത്തു പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് കോൺസ്റ്റന്റൈൻ 1 ചക്രവർത്തി
ഇങ്ങനെയൊരു കൗൺസില് ലോകമെമ്പാടുമുള്ള ബിഷപ്സിനെയും വൈദികരെയും ഡീക്കൻസിനെയൊക്കെ വിളിച്ചുകൂട്ടി ഈ കൗൺസില് ഔദ്യോഗികമായി വിളിച്ചുകൂട്ടുന്നത്. ഈ കൗൺസില് നടന്നത് AD 325 മെയ് മാസം മുതൽ ജൂലൈ മാസം വരെയാണ്. ഈ കൗൺസിലിൽ സുപ്രധാനമായി ചില തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഞായറാഴ്ചകളിൽ നമ്മുടെ ബലിമധ്യേ നമ്മൾ ഏറ്റുപറയുന്ന ഒരു വിശ്വാസ പ്രമാണമുണ്ട്, നീണ്ട വിശ്വാസ പ്രമാണം. അത് നൈസേൻ ക്രീഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഈ നിക്യ സുനഹദോസിൽ രൂപപ്പെട്ട ഒരു വിശ്വാസ പ്രമാണമാണ്. അതോടൊപ്പം തന്നെ ഈസ്റ്റർ ആഘോഷിക്കേണ്ട പൊതുദിനം എല്ലാവർക്കുമായി എടുത്തത് ഈ സുനഹദോസിൽ വെച്ചിട്ടാണ്. അതോടൊപ്പം തന്നെ ആദ്യത്തെ കാനൻ ലോ ഒഫീഷ്യലായി അതൊരു നിയമപരമായി അത് ക്രോഡീകരിച്ചെടുക്കുന്നതും ഈ കൗൺസിലിൽ വെച്ചായിരുന്നു. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലക്സാണ്ട്രിയയിലെ ക്രൈസ്തവ പുരോഹിതന്മാർ യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചുകൊണ്ട് പല അബദ്ധ പ്രചരണങ്ങളും നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ AD 318 322കളിലാണ് ഇങ്ങനെയുള്ള അബദ്ധ പ്രചരണങ്ങൾ നടക്കുന്നത്. ആരിയൂസ് എന്ന ഒരു ക്രൈസ്തവ പുരോഹിതൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ അബദ്ധ പ്രചരണങ്ങൾ പ്രധാനമായിട്ടും നടന്നിരുന്നത്. അപ്പോൾ AD 324 കോൺസ്റ്റന്റൈൻ ഒന്നാമൻ റോമാ സാമ്രാജ്യത്തിൻ്റെ അധീപനായി വരുന്ന സമയത്ത് ഈ ആരിയൂസിനെയും അതോടൊപ്പം തന്നെ അലക്സാണ്ടറിനെയും കത്തെഴുതി എംപറർ ചക്രവർത്തി ഈ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഒന്നാമൻ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള അബദ്ധ സിദ്ധാന്തങ്ങളിൽ അവർ ഒഴിഞ്ഞു മാറണമെന്ന് ഔദ്യോഗികമായി അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അങ്ങനെ ഇങ്ങനെ എഴുത്തെഴുതിയിട്ടും അങ്ങനെയുള്ള അബദ്ധ പ്രചരണങ്ങളിൽ നിന്നും അവർ പിന്മാറാതെ ആയപ്പോൾ ആണ് AD 325 കോൺസ്റ്റന്റൈൻ ഒന്നാമൻ ചക്രവർത്തി എക്യുമെനിക്കൽ കൗൺസിൽ ഇങ്ങനെ വിളിച്ചുകൂട്ടുന്നത്. ഈ കൗൺസിലിൽ ഏകദേശം 250 മുതൽ 300ഓളം മെത്രാന്മാരുടെ പങ്കെടുത്തത്. 1200 മുതൽ ഏകദേശം 1900 അല്ലെങ്കിൽ 1200 വൈദികരും അതോടൊപ്പം തന്നെ ഡീക്കന്മാരും ഇതിൽ പങ്കെടുത്തിരുന്നു. ഏതായിരുന്നാലും ഈ കൗൺസിലിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിളിച്ചു കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോൺസ്റ്റന്റൈൻ ഒന്നാമൻ ചക്രവർത്തി ഈ കൗൺസിലിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനിടയിലുള്ള ഡിബേറ്റിൽ പങ്കെടുക്കാതിരിക്കുക മാത്രമല്ല, അതിലദ്ദേഹം വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നില്ല. ഏതായിരുന്നാലും ആദ്യത്തെ നിക്യ സുനഹദോസിൽ രൂപപ്പെട്ട വിശ്വാസ പ്രമാണം ക്രൈസ്തവ സഭകളിലുള്ള എല്ലാ റീത്തുകളിൽപ്പെട്ടവർ മാത്രമല്ല, ക്രൈസ്തവ സഭയുമായി ഐക്യത്തിൽ വരാത്ത മറ്റ് സഭകളിലെ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒരു വിശ്വാസ പ്രമാണം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിക്യ സുനഹദോസിൻ്റെ 1700ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ലയോ 14 മാർപ്പാപ്പ തുർക്കിയിൽ വരുമ്പോൾ ഇത് സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് കാരണമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ തുർക്കിയിലെ മിഷണറി യാത്രയുടെ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്താം. മാർപ്പാപ്പയുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഈ മിഷണറി യാത്രയിൽ കൂടുതൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിനും സഭകൾ തമ്മിൽ ഐക്യപ്പെട്ട് കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുന്നതിനും സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നതിനും അത് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തുർക്കിയിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടിയിട്ട് യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.